രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷം കാസർഗോഡ് ജില്ലയിൽ തുടക്കമാവുമ്പോൾ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വലിയ ജനപങ്കാളിത്തവുമാണ് പരിപാടിക്കുള്ളത്. ഏതായാലും നമ്മോടൊപ്പം ചലച്ചിത്ര താരം പി കുഞ്ഞികൃഷ്ണൻ കൂടി ചേരുകയാണ് കാസർഗോഡ് നിന്നും. ചേട്ടാ, എങ്ങനെയാണ് ഈ പരിപാടിയെ കാണുന്നത്? ഇതിപ്പോൾ LDF സർക്കാരിൻ്റെ 9ാം വാർഷികാഘോഷം എന്ന് പറയാം. പിണറായി സർക്കാരിൻ്റെ 9ാം വാർഷികാഘോഷം. ഇപ്പോൾ 4 വർഷം പൂർത്തിയാക്കുന്ന ഈ ഘട്ടത്തിൽ വികസന പ്രവർത്തനങ്ങൾ, ശരിക്കും പറഞ്ഞാൽ ഈ വികസന പ്രവർത്തനം ജനങ്ങളിലേക്ക് എത്താത്തൊരു വിഷയമുണ്ട്. അപ്പോൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ളൊരു വിപുലമായ പ്രവർത്തനമാണ് ഈ നടക്കുന്ന പ്രദർശന വിപണനം മാത്രമല്ല, ഏറ്റവും കൂടുതൽ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ നാൾവഴികളിലൂടെ കടന്നു പോകുന്നൊരു പ്രദർശനമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതേതായാലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതൊരു ദൂർത്താണ്, ഇത്തരം ഈ സമയത്ത് ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തേണ്ടതില്ല, അതുകൊണ്ട് അവർ പങ്കെടുക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ? ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രവർത്തനമല്ലേ, അപ്പോൾ ഗവൺമെൻറ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എല്ലാവരും സഹകരിച്ചുകൊണ്ട് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ വികസന പ്രവർത്തനത്തിൽ, അതായത് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി എല്ലാ പാർട്ടികളും ഒന്നിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ട കാലമാണ്. എല്ലാ കാലത്തും അത് LDF ഭരിച്ചാലും UDF ഭരിച്ചാലും വികസനമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല എന്ന് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതായത് ഒരു തുടർ ഭരണം അതുകൂടി ഉണ്ടാവുമെന്ന ഒരു പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് ജനങ്ങളുള്ളത്. തുടർ ഭരണം വരുമെന്ന പ്രതീക്ഷയിലാണുള്ളത്. വ്യക്തിപരമായി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇപ്പോൾ സിനിമാ തിരക്കുകളൊക്കെ? സിനിമാ തിരക്ക് പറഞ്ഞപ്പോൾ പെണ്ണ് കേസ് പറഞ്ഞൊരു സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞു. വയനാട്ടിലാണ് ഷൂട്ടിംഗ് ഉണ്ടായത്. അപ്പോൾ മെയ് 1 നമ്മുടെ ഒരു പുതിയ സിനിമ റിലീസാവാനുണ്ട്. അതിൻ്റെ പേര് സംശയം. വിനയ് ഫോർട്ട്, ലിജോ മോള് അഭിനയിക്കുന്ന സിനിമയാണ്. അത് 1-ാം തീയതി ഇറങ്ങുമെന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ എന്തെങ്കിലും കാരണവശാൽ മാറിയാൽ 9-ാം തീയതി റിലീസ് ചെയ്യും. അതായത് വലിയ തിരക്കുണ്ടായിട്ടും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് ഇവിടെ എത്തി. ഞാൻ നേരത്തെ തീരുമാനിച്ചു ഡേറ്റ് എന്തായാലും ഈ ദിവസങ്ങളിൽ ഇവിടെ ഉണ്ട്. എന്തായാലും അത്യാവശ്യം ഷൂട്ടുണ്ടെങ്കിൽ എന്തായാലും പോയാലും പറ്റൂ. ഏതായാലും ഈ സമയത്ത് ഇവിടെ ഉണ്ട്. അത് തന്നെയാണ് പറയുന്നത്. വലിയ തോതിലുള്ള ജനപങ്കാളിത്തം തന്നെയാണ് ഈ പരിപാടിക്ക് ഉള്ളതും. അത് സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് തന്നെയാണ് ഈ പരിപാടി കൊണ്ട് ലക്ഷ്യമിടുന്നതും.